നമസ്കാരം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യമനിലെ എയർപോർട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ യമനിലെ ഹൂത്തി വിമതർ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ബെൻഗുറിയോൺ എയർപോർട്ട് നിങ്ങളങ്ങ് മറന്നേക്കൂ എന്ന ഒരു കാര്യമാണ് അവരിപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ മറക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് പിന്നീട് മറക്കേണ്ടി വന്നിട്ടുണ്ട്. എയ്ലാത്ത് തുറമുഖം, ആ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇപ്പോൾ കാര്യമായൊന്നും കാണുന്നില്ല. അതായത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും നിരന്തരം എയ്ലാത്ത് തുറമുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ നേരത്തെ പോയിരുന്നു. ഭീമമായ ഒരു നഷ്ടം ആ തുറമുഖത്തിന്റെ പ്രവർത്തനം നിശ്ചലമായതോടുകൂടി ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ തുടർച്ചയായി ഇസ്രായേൽ യമനിലെ വിമാനത്താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഹൂത്തികളും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 3 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനകത്തേക്ക് വിക്ഷേപിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞു. ഈ ആക്രമണങ്ങളെല്ലാം പ്രധാനമായും അവർ ലക്ഷ്യം വെച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബെൻഗുറിയോൺ വിമാനത്താവളമായിരുന്നു. ബെൻഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യം വെച്ച് മിസൈലുകൾ പാഞ്ഞെത്തിയതോടുകൂടി സെൻട്രൽ ഇസ്രായേലിലും ടെല്ലവീവിലും ഒക്കെ അപായ സൈറൻ മുഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഭൂരിഭാഗം വരുന്ന സമയവും ഇസ്രായേലികൾ ബോംബ് ഷെൽട്ടറിനകത്താണ്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തുടർച്ചയായി അപായ സൈറൻ മുഴങ്ങുന്നു. ഈ മിസൈൽ അറ്റാക്കിന് പുറമെ ഹൂത്തികൾ ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഇസ്രായേലിന്റെ പ്രതികാര നടപടികൾക്കെതിരെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ ഇങ്ങെടുക്കുവാണ് എന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേലും നടത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം അതിനേക്കാൾ അപ്പുറത്താണ് എന്ന് ഹൂത്തികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഹൂത്തികളുടെ ലക്ഷ്യം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഹൂത്തികൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം അത് പ്രാവർത്തികമാക്കാൻ അവർ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായാണ് അവർ എയ്ലാത്ത് തുറമുഖം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തിയത്. ഇപ്പോൾ അവർ ഹൈഫ തുറമുഖത്തെയും ഉപരോധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ വ്യോമ ഗതാഗതം യഥാർത്ഥത്തിൽ നിശ്ചലമാക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരിക്കുകയാണ്. ചില വിമാന കമ്പനികൾ ഈ മാസം 25 വരെയാണ് അവരുടെ സർവീസുകൾ റദ്ദാക്കിയത് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ദിവസം ഇനിയും നീളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾക്ക് ബോംബ് ഷെൽട്ടറിനകത്തു നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തന്നെ എടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഹൂത്തികൾ നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹൂത്തികളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. നേരത്തെ അമേരിക്കയും അതുപോലെ തന്നെ ഹൂത്തികളും രൂക്ഷമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമയത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതായത് ഹൂത്തികളുടെ വക്താവ് യഹിയ സാരിയെ ഞങ്ങൾ വകവരുത്തി എന്നതായിരുന്നു അമേരിക്കയുടെ അവകാശവാദം. എന്തായാലും അമേരിക്കയെ അമ്പരപ്പിച്ചുകൊണ്ട് വഷളാക്കിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഹൂത്തികളുടെ വക്താവ് യഹിയ സാരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞത് വേണമെങ്കിൽ 1-2 നഖം മുറിച്ചു തരാം. അതായത് ഒരു സിനിമാ ഡയലോഗാണ്. ഈ സിനിമാ ഡയലോഗ് പറയുന്ന രീതിയിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ടാണ് ഹൂത്തികളുടെ വക്താവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചത്. വേണമെങ്കിൽ 1-2 നഖം മുറിച്ചു തരാം, നിങ്ങൾക്ക് ആശ തീർക്കാം, ചന്ദനമുട്ടിയിൽ കൊണ്ടുപോയി അത് ദഹിപ്പിച്ചോളൂ, അതിലപ്പുറം ഞങ്ങളുടെ നേതാക്കളെയോ ഞങ്ങളുടെ ആക്രമിക്കാനുള്ള ശേഷിയെയോ ഞങ്ങളുടെ ആയുധ ശേഖരത്തെയോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. അവസാനം അമേരിക്ക ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. കരാർ പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇസ്രായേലിന്റെ അവസ്ഥ എങ്ങോട്ടാണ് ഇനി ഇസ്രായേൽ എത്തിപ്പെടാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്.